ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇതുപോലെ ഫോട്ടോസിൽ മനോഹരമായ അക്ഷരങ്ങൾ നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടാവും. ഇതുപോലെ മനോഹരമായ അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്ത ഫോട്ടോസ് നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടാവും. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട് നമ്മൾ ഫോട്ടോസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ വീഡിയോയിൽ നമ്മൾ ഒരുപാട് അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. അതുപോലെ അക്ഷരങ്ങൾ വീഡിയോയിൽ എങ്ങനെ ആഡ് ചെയ്യാം അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് ചേർക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഇത്. ഇതുപോലെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2 ആപ്പുകൾ നമുക്ക് ആവശ്യമുണ്ട്. ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒന്ന് കൈൻമാസ്റ്ററും 2 അഡോബ് ഡ്രോ എന്ന് പറയുന്ന 2 ആപ്പുകൾ നമുക്ക് ആവശ്യമുണ്ട്. ഇതിൽ 2ൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ന് പ്ലേ സ്റ്റോറിലൂടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ട വിധം എന്ന് നമുക്ക് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ വീഡിയോ ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അഡോബ് ഡ്രോ എന്ന ആപ്പ് ഓപ്പൺ ചെയ്യുക. അപ്പം ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലൊരു വിൻഡോയിലേക്കായിരിക്കും നമ്മൾ എത്തിച്ചേരുക. അവിടെ നിന്ന് നമ്മൾ ഏത് ഇതിലാണ് ടൈപ്പ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം ലെഫ്റ്റ് സൈഡിൽ കാണുന്ന നമ്മുടെ പെൻസിൽ ഐക്കൺ, നമുക്ക് ഇഷ്ടമുള്ള പെൻസിൽ ഐക്കൺ നമ്മൾ സെലക്ട് ചെയ്യുക. ശേഷം താഴെയുള്ള ബട്ടണിൽ അമർത്തി കളറ് സെലക്ട് ചെയ്യുക. നമുക്കിഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്യുക. ശേഷം അതിൻ്റെ ബ്രഷിൻ്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു ഇതാണ് നമുക്ക് ആദ്യം കാണുന്നത്. അത് നമുക്ക് ആവശ്യാനുസരണം നമ്മൾ ശേഷം ടൈപ്പ് ചെയ്യുക. ടൈപ്പ് നമുക്കിഷ്ടമുള്ള പോലെ എന്തെങ്കിലും നമുക്ക് വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. നിങ്ങൾക്കൊണ്ട് സാധിക്കുന്ന വിധം നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ടൈപ്പ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിനൊക്കെ മനോഹരമായിട്ട് തന്നെ നിങ്ങൾ ചെയ്യുക. സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മുകളിൽ കാണുന്ന ആരോ ചിഹ്നത്തിൽ അമർത്തുക. അതിനുശേഷം നേരെ താഴത്ത് കാണുന്ന ആ കോപ്പി ഇമേജ് ഗാലറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാകും. അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് അടുത്ത വിൻഡോ വരുന്നത് PNG വിത്ത് ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട്. അതിന് മുകളിൽ കോപ്പി ഇമേജ് ഒക്കെ ഉണ്ടാകും, PNG വിത്ത് ബാക്ക്ഗ്രൗണ്ട്. പക്ഷേ അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് PNG വിത്ത് ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ടാണ്. അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത പ്രൊജക്റ്റ് നമ്മുടെ ഗാലറിയിൽ സേവ് ആയിട്ടുണ്ടാകും. അതിനുശേഷം നമ്മൾ കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യുക. കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ വീഡിയോ ഏതാണോ ആ വീഡിയോ സെലക്ട് ചെയ്യുക. അതിനുശേഷം ലെയറിൽ അമർത്തി നമ്മുടെ വീഡിയോ നമ്മൾ ആദ്യം ടൈപ്പ് ചെയ്ത് വെച്ച നമ്മൾ ലെറ്റേഴ്സ് സെലക്ട് ചെയ്ത ശേഷം നമ്മൾ വീഡിയോയിൽ എവിടെയാണോ ആഡ് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുവന്ന് നിങ്ങൾ ആഡ് ചെയ്യുക. ആ അക്ഷരങ്ങൾ കൃത്യമായിട്ട് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്നും മനസ്സിലായെന്നും വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ശുഭദിനം.